ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. ദിവസേന 10 ചോദ്യങ്ങളെങ്കിലും പഠിക്കാം എന്ന ഇന്നത്തെ ക്ലാസ്സിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിന്റെ 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ളതിനാൽ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിലെ നിങ്ങൾക്കുള്ള ചോദ്യം ഇതായിരുന്നു: സാമൂഹിക അകലം പാലിക്കുന്നത് ലക്ഷ്യമാക്കിക്കൊണ്ട് ഗൂഗിൾ ആരംഭിച്ച ആപ്ലിക്കേഷൻ സോഡാർ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. അപ്പോൾ ഇതിന്റെ വിജയികൾക്ക് കൺഗ്രാറ്റുലേഷൻ. എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം ഒരു മോക്ക് ടെസ്റ്റ് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് ഈ വരുന്ന ഞായറാഴ്ച മുതൽ നിങ്ങൾക്ക് അതിന്റെ ചോദ്യോത്തരങ്ങൾ അടങ്ങിയിട്ടുള്ള ലിങ്ക് നിങ്ങളുടെ വാട്സപ്പിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലോക പരിസ്ഥിതി ദിനം എന്നാണ്. അപ്പോൾ ലോക പരിസ്ഥിതി ദിനം ജൂൺ 5-നാണ്. അപ്പോൾ ജൂൺ 5 ഇന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. വേൾഡ് എൻവയർമെന്റ് ഡേ എന്നാണ് പറയുന്നത്. വേൾഡ് എൻവയർമെന്റ് ഡേ എന്ന് പറയുന്നത് ജൂൺ 5-നാണ്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത്. അപ്പോൾ തീം ബയോഡൈവേഴ്സിറ്റി. ഇനി UNEP ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരുന്നത്. UNEP എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻ എൻവയർമെന്റ് പ്രോഗ്രാം ആണ്. ഈ UNEP ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. 1974 മുതൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഫോർബ്സ് മാസികയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സെലിബ്രിറ്റി ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം ആര് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. റോജർ ഫെഡറർ ആണ്. ഇപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: ഫോർബ്സ് മാസികയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സെലിബ്രിറ്റി ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം കെയ്ലി ജെന്നർ. കെയ്ലി ജെന്നർ ആണ്. 22 വയസ്സുള്ള കെയ്ലി ജെന്നർ ആണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം, സെലിബ്രിറ്റി എന്ന് പറയുന്നത്. ഏകദേശം 590 മില്യൺ USD ആണ്. 590 മില്യൺ US ഡോളറാണ് പ്രതിഫലം. ഒരു വർഷത്തെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രതിഫലവും അതുപോലെ തന്നെ സമ്മാനത്തുക എല്ലാം, പരസ്യ വരുമാനം എല്ലാം ചേർത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ആരാണ്? കെയ്ലി ജെന്നർ. 22 വയസ്സാണ് കെയ്ലി ജെന്നറിൻ്റെത്. ഇനി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കാനി വെസ്റ്റ് ആണ്. കാനി വെസ്റ്റ് ആണ് രണ്ടാം സ്ഥാനത്ത്. 42 വയസ്സുള്ള കാനി വെസ്റ്റ് ആണ്. 170 മില്യൺ US ഡോളറാണ് ഒരു വർഷത്തെ വരുമാനം എന്ന് പറയുന്നത്. മൂന്നാം സ്ഥാനം വന്നിട്ട് റോജർ ഫെഡററിനാണ്, നമ്മുടെ കായിക താരത്തിനാണ്. ഇനി ഇന്ത്യയിൽ നിന്നും 52 ആദ്യ 100 ഇടം പിടിച്ച ഏക വ്യക്തി എന്ന് പറയുന്നത് 52ാം സ്ഥാനത്തുള്ള അക്ഷയ് കുമാറാണ്. അപ്പൊ അക്ഷയ് കുമാറാണ് സെലിബ്രിറ്റികളിൽ ഇന്ത്യയിൽ നിന്നും ആദ്യ 100 ഇടം പിടിച്ച വ്യക്തി. അദ്ദേഹത്തിന് 52 വയസ്സാണ്. അദ്ദേഹം മേടിക്കുന്നത് 48.5 മില്യൺ US ഡോളറാണ് ഒരു വർഷത്തെ അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്റെ ചോദ്യം ഇതായിരുന്നു: ഫോർബ്സ് മാസികയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സെലിബ്രിറ്റി എന്നുള്ളത് കെയ്ലി ജെന്നർ, 22 വയസ്സുള്ള കെയ്ലി ജെന്നർ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: വേൾഡ് ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ സീനിയർ ഉപദേഷ്ടാവായിട്ട് നിയമിതനായത് ആര്? അപ്പോൾ വേൾഡ് ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറിന്റെ സീനിയർ ഉപദേഷ്ടാവായിട്ട് നിയമിതനായിരിക്കുന്നത് രാജീവ് ടോപ്നെയാണ്. രാജീവ് ടോപ്നെയാണ് സീനിയർ ഉപദേഷ്ടാവായിട്ട് നിയമിതൻ. ഇദ്ദേഹം 1996 ബാച്ച് IAS ഗുജറാത്ത് കേഡറിലെ 1996 ബാച്ചുകാരനായിരുന്നു. അതുപോലെ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു ആര്? രാജീവ് ടോപ്നെ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹമാണ് വേൾഡ് ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറിന്റെ ആരായിട്ട് നിയമിതൻ? സീനിയർ ഉപദേഷ്ടാവായിട്ട് നിയമിതനായിരിക്കുന്നത്. വേൾഡ് ബാങ്കിനെ പറ്റി നമുക്കറിയാം, വാഷിംഗ്ടൺ DC ആണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഡേവിഡ് R. മൽപാസ് ആണ് വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. 13ാമത് പ്രസിഡന്റ് ആണ്. അപ്പോൾ 13ാമത്തെ പ്രസിഡന്റ് ആരാണ്? ഡേവിഡ് R. മൽപാസ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: 2020 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് വേദിയായ രാജ്യം കൊളംബിയ. അത് ജർമ്മനിയുമായി സഹകരിച്ചുകൊണ്ടാണ്. അപ്പൊ കൊളംബിയയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബൊഗാട്ടോയാണ്. ബൊഗാട്ടോ. അതുപോലെ അവരുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇവാൻ ഡെക്ക് ആണ്. അതുപോലെ കറൻസി എന്ന് പറയുന്നത് പേസോ. പ്രസിഡന്റ് ഇവാൻ ഡെക്ക്, ബൊഗാട്ടോയാണ് എന്താണ് അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ട്വിറ്ററിന്റെ പുതിയ ചെയർമാൻ ആര് എന്നുള്ളതാണ് പാട്രിക് പിച്ചേറ്റ് ആണ്. അപ്പോൾ പാട്രിക് പിച്ചേറ്റ് ആണ് ഇപ്പോൾ ട്വിറ്ററിന്റെ പുതിയ ചെയർമാൻ ആയിരിക്കുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ട്വിറ്ററിന്റെ പുതിയ ചെയർമാൻ ആര് എന്നുള്ളതാണ് പാട്രിക് പിച്ചേറ്റ്. ആറാമത്തെ ചോദ്യം ഇതാണ്: വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഇന്ത്യൻ അംബാസഡർ, പുതിയ ഇന്ത്യൻ അംബാസഡർ ആര് എന്നുള്ളതാണ് ചോദ്യം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ പുതിയ ഇന്ത്യൻ അംബാസഡർ ബ്രജേന്ദ്ര
നവനീത്. അപ്പോൾ ബ്രജേന്ദ്ര നവനീത് ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ പുതിയ അംബാസഡർ എന്ന് പറയുന്നത്. ഇനി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റി നമ്മൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനീവ, സ്വിറ്റ്സർലാൻഡ് ആണ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് ജനീവയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇനി ആരാണ് ഇതിന്റെ ഡയറക്ടർ ജനറൽ എന്ന് പറഞ്ഞാൽ റോബർട്ടോ അസവേദോയാണ് ഇതിന്റെ ഡയറക്ടർ ജനറൽ. 6ാമത്തെ ഡയറക്ടർ ജനറൽ ആണ് ആര്? റോബർട്ടോ അസവേദോ എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഇന്ത്യൻ അംബാസഡർ, പുതിയ ഇന്ത്യൻ അംബാസഡർ ബ്രജേന്ദ്ര നവനീത് ആണ്. ഇനി അടുത്ത ചോദ്യം, സ്പന്ദൻ ഏത് സംസ്ഥാനത്തിലെ ഒരു പ്രചരണ പരിപാടിയാണ്? അപ്പോൾ സ്പന്ദൻ എന്ന പദ്ധതി അല്ലെങ്കിൽ ഒരു പ്രചരണ പരിപാടി ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? അപ്പോൾ ഛത്തീസ്ഗഡിലാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി ജൂണിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് സ്പന്ദൻ എന്ന് പറയുന്നത്. അപ്പോൾ 2020 ജൂണിൽ ഛത്തീസ്ഗഡിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന പ്രചരണ പദ്ധതിയാണ് സ്പന്ദൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പരിസ്ഥിതി ദിനവുമായിട്ട് വൈകിട്ട് കേരള സർക്കാർ ഒരു പുതിയ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. അത് ഏകദേശം 1 കോടിയോളം വൃക്ഷ തൈകൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ്. അതിന്റെ പേരാണ് ഭൂമിക്ക് കുട ചൂടാൻ 1 കോടി മരങ്ങൾ എന്നുള്ള ഒരു പദ്ധതി. അപ്പോൾ ശ്രദ്ധിക്കുക, ഭൂമിക്ക് കുട ചൂടാൻ 1 കോടി മരങ്ങൾ. കഴിഞ്ഞ വർഷത്തെ പദ്ധതിയായിരുന്നു പച്ചത്തുരുത്ത്. 9ാമത്തെ ചോദ്യം ഇതാണ്, 2020 EY വേൾഡ് എന്റർപ്രണർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് ആർക്ക്? EY എന്ന് പറഞ്ഞാൽ ഏണസ്റ്റ് ആൻഡ് യങ് ആണ്. അപ്പോൾ EY എന്ന് പറയുമ്പോൾ ഏണസ്റ്റ് ആൻഡ് യങ് വേൾഡ് എന്റർപ്രണർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് ആർക്ക് 2020? ഉത്തരം കിരൺ മസൂംദാർ ഷായ്ക്കാണ്. അപ്പോൾ കിരൺ മസൂംദാർ ഷായ്ക്കാണ് ഈ ഏണസ്റ്റ് ആൻഡ് യങ് വേൾഡ് എന്റർപ്രണർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. കിരൺ മസൂംദാറിനെ പറ്റി പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ ആണ് ബയോകോൺ ലിമിറ്റഡ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ ആണ് ആര്? കിരൺ മസൂംദാർ ഷാ എന്ന് പറയുന്നത്. ഈ അവാർഡ് ലഭിക്കുന്ന 3ാമത്തെ ഇന്ത്യൻ ആണ് കിരൺ മസൂംദാർ ഷാ എന്ന് പറയുന്നത്. 2005 ഇത് ലഭിച്ചിരിക്കുന്നത് ഇൻഫോസിസ് ടെക്നോളജീസിന്റെ നാരായണ മൂർത്തിക്കാണ് 2005 ലഭിച്ചത്. അതുപോലെ കോടക് മഹേന്ദ്രയുടെ ഉദയ് കോടക്കിന് 2014 ലഭിച്ചു. 3ാമത് ഇപ്പോൾ കിരൺ മസൂംദാർ ഷായ്ക്ക് ലഭിച്ചിരിക്കുന്നു ബയോകോൺ ലിമിറ്റഡ് കമ്പനിയുടെ. 2ാമത്തെ വനിതയാണ് ഈ അവാർഡ് ലഭിക്കുന്ന കിരൺ മസൂംദാർ ഷാ എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ ചോദ്യം ഇതാണ്, സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച കർമ്മസമിതിയുടെ അധ്യക്ഷ ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരു കർമ്മസമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ അധ്യക്ഷ ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ജയ ജെറ്റ്ലിയാണ്. അപ്പോൾ ജയ ജെറ്റ്ലിയാണ് ഈ കർമ്മസമിതിയുടെ അധ്യക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിന്റെ പുതിയ പേര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, കൊൽക്കത്ത ട്രസ്റ്റിന്റെ പുതിയ പേര്. അപ്പോൾ ഇതിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾക്ക് കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.